അബ്ബാസ്, അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. രണ്ടാം ഘട്ട വെടിനിർത്തൽ പദ്ധതി യാഥാർത്ഥ്യമായിട്ട് കൂടി ഗസയിൽ ഒരു വശത്ത് ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനും സാധിക്കില്ല. റഫ അതിർത്തി തുറക്കുന്ന കാര്യത്തിലും ഒരു അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്താനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ സഹായ വസ്തുക്കൾ ഉൾപ്പെടെ ഗസയിൽ എത്തിക്കുന്ന കാര്യത്തിൽ എന്ത് ഇടപെടലാണ് ഈ സമാധാന സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക? ആദ്യഘട്ടത്തിൽ അത്തരത്തിലൊരു നീക്കം പ്രതീക്ഷിക്കാമല്ലോ. ഈ പീസ് ഓഫ് ബോർഡിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൻ്റെ അതിൻ്റെ വേഗത, ഇതിൻ്റെ ഫ്ലൂയിഡിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാവുന്ന പോലെ തന്നെ റഫ അതിർത്തി ഇതുവരെ തുറന്നിട്ടില്ല. ഇത് ട്രംപിൻ്റെ സമാധാന പദ്ധതിയിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. എങ്കിൽ പോലും ഇസ്രായേലിൻ്റെ കടുംപിടുത്തം നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്രായേലിൻ്റെ കടുംപിടുത്തം മൂലം റഫയിലെ അതിർത്തി തുറക്കാൻ പറ്റിയിട്ടില്ല. വളരെ ഏതാനും പരിമിതമായിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ ആക്സസ് മാത്രം, സഹായങ്ങൾ മാത്രമാണ് നിലവിൽ ഗസയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുറക്കണമെന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിലുള്ള ആവശ്യമാണ്. അറബ് രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഖത്തർ വളരെ ശക്തമായത് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ചകൾക്ക് മുമ്പേ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ റഫ അതിർത്തി തുറക്കണമെന്ന് ശക്തമായി ഖത്തർ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ, അന്താരാഷ്ട്ര കൂടിയാലോചനകൾ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഖത്തർ അടക്കമുള്ള രാഷ്ട്രങ്ങൾ, UAE അടക്കമുള്ള രാഷ്ട്രങ്ങൾ, അതുപോലെ അറബ് രാജ്യങ്ങളെല്ലാവരും റഫ അതിർത്തി തുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ ഇതിനെതിരെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. ഇസ്രായേൽ പറയുന്നത് ഒരു പോയിന്റ്, ഈ ഗസയിൽ നിന്നെല്ലാം അവസാനത്തെ ഒരു അവശേഷിപ്പും കിട്ടുന്നവരെ, അവരുടെ ബന്ദികളുടെയൊക്കെ അവസാനത്തെ അവശേഷിപ്പും കിട്ടുന്നതുവരെ റഫ അതിർത്തി തുറക്കുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേലിലെ ചില റേഡിയോ ചാനലുകളൊക്കെ റഫ അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സംപ്രേഷണം ചെയ്തിരുന്നു. US-ൻ്റെ ഭാഗത്തുണ്ട് അത് തുറക്കാനുള്ള പ്രഷറുണ്ട്. എങ്കിൽ പോലും ഇസ്രായേലിലെ കടുംപിടുത്തം മൂലം ആ ഒരു പൂർണ്ണമായി റഫ അതിർത്തി തുറക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. നമുക്കറിയാം ഗസയിലെ മനുഷ്യർ, ദശലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും സഹായം ആവശ്യപ്പെട്ട് ലോകത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. ഈ സാഹചര്യത്തെ മറികടക്കാൻ അന്താരാഷ്ട്ര രാജ്യങ്ങൾ സന്നദ്ധമാണ്. പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങൾ സന്നദ്ധമാണ്. ഇവിടെ നിന്നും UAE-യിൽ നിന്നും അതുപോലെ ഖത്തറിൽ നിന്നുമൊക്കെയുള്ള ഒരുപാട് സഹായങ്ങൾ റഫ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്നതായിട്ട് വാർത്തകളുണ്ട്. അത് സമ്പൂർണ്ണമായിട്ട് ഈ ഗസക്കാർക്ക്, ഫലസ്തീനികൾക്ക്, ദുരിതം അനുഭവിക്കുന്ന ഇസ്രായേലിൻ്റെ ആക്രമണം മൂലം കെടുതികൾ അനുഭവിക്കുന്ന ഗസൻ ജനതയ്ക്ക് കിട്ടണമെങ്കിൽ, ലഭ്യമാകണമെങ്കിൽ അവിടേക്ക് ഈ അതിർത്തികൾ തുറക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് തുറന്നാൽ മാത്രമേ ഒരു യഥാർത്ഥ രീതിയിലുള്ള ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് നിലവിൽ ഗസയിൽ സാധ്യമാകുകയുള്ളൂ. അത്രമാത്രം മനുഷ്യരാണ് നിലവിൽ ഗസയിൽ പാർപ്പിടമില്ലാതെ, ഭക്ഷണമില്ലാതെ, മരുന്നില്ലാതെയൊക്കെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ മറികടക്കാൻ വേണ്ടി ഒരു ലാൻഡ് എയ്ഡ് ബ്രിഡ്ജ് അടക്കമുള്ള സംവിധാനങ്ങൾ ഖത്തറും അതുപോലെ UAE-യും മറ്റു അറബ് രാഷ്ട്രങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ഒന്നും കൃത്യമായിട്ടുള്ള വിതരണം നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അതിർത്തി തുറക്കുന്നില്ല എന്നത് കൂടിയാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൂടി, ഈ റഫ അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഗസയിലേക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കൂടി വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അനീഷ.